ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ആവിൻ സിക്കർ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് നമ്മുടെ കപ്പലിൽ എഗ്ദിസ് എന്ന് പറഞ്ഞ എക്യുപ്മെൻ്റ് ആണ്. ആ എക്യുപ്മെൻറ്റ് എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. എഗ്ദിസ് എന്ന് പറയുന്നത് വേറെ പോലെ നമ്മൾ സാധാരണ ഗൂഗിൾ മാപ്പൊക്കെ യൂസ് ചെയ്യുന്നില്ല, അതുപോലത്തെ ഒരു മാപ്പാണ്. അത് ജസ്റ്റ് മാപ്പാണ്. അപ്പോൾ ആ മാപ്പിൽ നമ്മൾ ഗൂഗിൾ മാപ്പിൽ അവർ അപ്ഡേറ്റും കാര്യങ്ങളും ഓട്ടോമാറ്റിക് തരത്തില്ല. നമുക്ക് എന്തെങ്കിലും വഴിയിൽ ബ്ലോക്കോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ അപ്ഡേറ്റ് വരുന്നത് പോലെ ഈ മാപ്പിലും നമ്മൾ കപ്പലിനകത്ത് എന്തെങ്കിലും വർക്ക്സോ അല്ലാതെ ഡ്രെഡ്ജിങ്ങോ എന്തെങ്കിലും വാർണിങ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീക്ക്ലി അപ്ഡേറ്റ് ആവും. അപ്പോൾ ഈ വീക്കിലി അപ്ഡേറ്റ് ആവുന്ന നമുക്ക് ഇപ്പോൾ നമ്മുടെ ഇതാണ് എഗ്ദിസ് എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ നമുക്ക് നെറ്റ് കണക്ഷൻ ഇല്ല. അപ്പോൾ നമുക്ക് മാനുവലായിട്ട് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിനെ ഇതിൽ അപ്ഡേറ്റ് ചെയ്യാതെ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ലെറ്റ്സ് ഗോ. ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ എഗ്ദിസ് എന്ന് പറയുന്നത്. സാധാരണ എഗ്ദിസിൽ എന്ന് പറയുമ്പോൾ ഇതിൽ ഈ ജസ്റ്റ് മാപ്പ് മാത്രമേ വരത്തുള്ളൂ. ഇതിനകത്ത് ഇത് കാണിക്കുന്നതെല്ലാം AAC എന്ന് പറയുന്ന ഓരോ എക്യുപ്മെൻറ്റിൽ നിന്ന് വരുന്ന ഡേറ്റാസ് എല്ലാം കൂടെ ഇൻക്ലൂഡ് ആയിട്ടാണ് ഈ എഗ്ദിസ് വർക്കാവുന്നത്. ഇപ്പോൾ നമ്മുടെ പൊസിഷൻ കിട്ടുന്നത് GPS നിന്നാണ്. അതുപോലെ ഇതെല്ലാം വേറെ വേറെ കപ്പലുകളാണ്. ഈ കപ്പലെല്ലാം കാണിക്കുന്നത് AAC നിന്നാണ് വരുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളും ഓരോ ഡിഫറെൻറ്റ് എക്യുപ്മെൻറ്റിനാണ് ഇതിനകത്ത് അപ്ഡേറ്റ് ആകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഇപ്പോൾ ആങ്കറേജ് ഏരിയ, ലിമിറ്റ്, ഇതുപോലെ ഓരോ ബോയ്സ്, അതുപോലെ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിലോ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതിൽ ഇപ്പോൾ പുതുതായിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം ഇതിൽ ആഡായി വരും. ആ ആഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കപ്പലിൽ യൂസ് ചെയ്യുന്ന പ്രൊവൈഡർ നാവിറ്ററാണ്. അപ്പോൾ നാവിറ്ററിന് നമുക്ക് ഇപ്പോൾ ഒരു USB ഉണ്ട്. ഇതാണ് അവിടെ കീ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് ഇതിൽ നമുക്കൊരു സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലൊരു സോഫ്റ്റ്വെയർ വരും. ആ സോഫ്റ്റ്വെയർ വഴിയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇതാണ് അവരുടെ സോഫ്റ്റ്വെയർ. NerveSync എന്ന് പറയുന്ന ആപ്പാണ്. ഇത് ഓപ്പൺ ചെയ്യണം ഫസ്റ്റ്. ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. അതിനുശേഷം നമ്മുടെ USB കണക്ട് ചെയ്യാൻ വേണ്ടി അതിൽ പറയും. കണ്ടില്ലേ, കണക്ഷൻ വെരിഫൈ ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ USB സ്റ്റിക്ക് കണക്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഞാനിത് ഇപ്പോൾ നമ്മുടെ സ്റ്റിക്ക് കണക്ട് ചെയ്യാണ്. സ്റ്റിക്ക് കണക്ട് ചെയ്തവിടെ ഓട്ടോമാറ്റിക് ഡിറ്റക്റ്റ് ചെയ്യും. ഡിറ്റക്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യാണ് നമ്മുടെ അപ്ഡേറ്റ് വല്ലതും ഉണ്ടെന്ന് നോക്കുകയാണ് അതിൽ. ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് ഞാൻ അപ്ഡേറ്റ് ചെയ്തത് 15-നാണ്. പ്രീവിയസ് അപ്ഡേറ്റ് 15-നായിരുന്നു ചെയ്തത്. അപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിപ്പം ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ സ്റ്റാർട്ട് അപ്ഡേറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ നെറ്റിൽ നിന്ന് അപ്ഡേറ്റ് ആവുകയാണ്. നമ്മുടെ സ്റ്റിക്കിലേക്കാണ് അപ്ഡേറ്റ് ആവുന്നത്. ഈ സ്റ്റിക്കിലായതിനു ശേഷം ഈ സ്റ്റിക്ക് നമ്മൾ റിമൂവ് ചെയ്ത് എഗ്ദിസിൽ കണക്ട് ചെയ്താണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഇതിപ്പം ആയിക്കൊണ്ടിരിക്കുകയാണ്, തീരാറായി. ലാസ്റ്റ് സ്റ്റെപ്പാണ്, ഫൈനലൈസിങ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇതായിരുന്നു, എല്ലാം ഡൗൺലോഡ് ആയി. ഇപ്പോൾ റെഡി ടു ഇൻസ്റ്റാളാണ് കാണിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു റെക്കോർഡിന് വേണ്ടി എൻ്റെ റിപ്പോർട്ട് സേവ് ചെയ്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി എൻ്റെ റിപ്പോർട്ട് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഈ റിപ്പോർട്ടിൽ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഏത് സൈഡിലുള്ള അപ്ഡേറ്റാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഏരിയയിലുള്ള അപ്ഡേറ്റാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ റിപ്പോർട്ടിൽ കാണിക്കുന്നത്. ഇത് ഞാനൊരു ഹാർഡ് കോപ്പിക്ക് വേണ്ടി ഇപ്പോൾ പ്രിൻ്റ് എടുത്ത് സേവ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രിൻ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്കിത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് USB എജക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എഗ്ദിസിലേക്ക് പോകാം. ഇപ്പോൾ എഗ്ദിസിൽ നമുക്ക് USB കണക്ട് ചെയ്യാൻ വേണ്ടി USB സ്ലോട്ട് ഉണ്ട്. അപ്പോൾ സ്ലോട്ടിൽ കണക്ട് ചെയ്യണം. ഇനി നമ്മൾ ഇത് അപ്ഡേറ്റ് ചെയ്യണം. പുതിയ സെൽസ് ലൈസൻസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. ഫസ്റ്റ് ലൈസൻസ് ആഡ് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് അപ്ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ചാർട്ട്സ്. ഓക്കെ, അപ്ഡേറ്റ് ചെയ്യുകയാണ്. അപ്ഡേറ്റ് സ്റ്റാർട്ടായി. 5-10 മിനിറ്റ് എടുക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ എഗ്ദിസ് അപ്ഡേറ്റ് ചെയ്യുന്ന മീൻ ടൈമിൽ നമ്മൾ പേപ്പർ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഈ കാര്യം നമ്മളിപ്പോൾ പ്രിൻ്റ് ചെയ്ത റിപ്പോർട്ടില്ല. ജസ്റ്റ് നോക്കിയതിന് ശേഷം എല്ലാം കൺഫേം ചെയ്ത് ജസ്റ്റ് സൈൻ ചെയ്ത് നമ്മൾ റെക്കോർഡിന് വേണ്ടി ഇത് സേവ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ സൈൻ ചെയ്ത്. ഓക്കെ, ഇനി ഇത് നമ്മൾ ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഇനി നമ്മളെ റെക്കോർഡിലേക്ക് സേവ് ചെയ്ത് വെക്കണം. ഫയൽ മാറിപ്പോയി. അപ്പോൾ നമുക്കിത് ഫയൽ ചെയ്യാം. അതുപോലെ നമ്മൾ ഫയൽ ചെയ്ത് വെക്കാറുണ്ട് നമ്മുടെ റെക്കോർഡിന് വേണ്ടി. കാരണം ഇൻസ്പെക്ഷനോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പം പേപ്പർ റെക്കോർഡ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു കൊടുക്കേണ്ടി വരും. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഹാർഡ് കോപ്പി പ്രിൻ്റ് ചെയ്ത് വെക്കുന്നത്. സോഫ്റ്റ് കോപ്പി എപ്പോഴും സിസ്റ്റത്തിൽ കീപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇതുപോലെ ഫയൽ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അപ്ഡേറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് നോക്കാം. കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. ഇതെല്ലാം ചെക്ക് ചെയ്ത കാര്യങ്ങളുടെ അതിൻ്റെ ലോഗും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ സാധിക്കും. ഇപ്പോൾ എല്ലാം ഡണ്ണാണ്. ഓക്കെ, ക്ലോസ്.
ഇതെല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മളെ കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ എജക്റ്റ് ചെയ്യുന്നത് പോലെ USB റിലീസ് ചെയ്യണം. ഓക്കെ, റിലീസ്. അപ്പോൾ എല്ലാം കഴിഞ്ഞു. USB ഊരാം. അപ്പോൾ നമ്മുടെ എഗ്ദിസ് അപ്ഡേറ്റ് ആണിപ്പോൾ ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ, ടേക്ക് കെയർ.